ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഞാനിപ്പം സ്ട്രൈറ്റ് ടു ദ വീഡിയോ ആയിട്ട് ഞാൻ പറയാട്ടോ. ഇപ്പൊ മിക്കവരും ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയത് ഇപ്പൊ എന്റെ തമ്മനയിൽ കണ്ടിട്ടായിരിക്കും. സ്മൈൽ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം വന്നാലും ജസ്റ്റ് സ്മൈൽ ചെയ്യുക എന്നുള്ളൊരു തമ്മനയിൽ കണ്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രൈറ്റ് ടു ഞാൻ കൂടുതൽ രാഗടിപ്പിക്കാതെ തന്നെ സ്ട്രൈറ്റ് പറയാം. കാരണം എന്താ വെച്ചാല് ടോപ്പിക്ക് വേറെ ആയി പോയി കഴിഞ്ഞാൽ ഞാനും മടുക്കും, നിങ്ങളും മടുക്കും, പിന്നെ ആരും അധികം കാണത്തുമില്ല. ഇപ്പം വ്യൂസും അധികം ഉണ്ടാവില്ല എനിക്കറിയാം, പക്ഷെ എന്നാലും ഉള്ളവര് കാണട്ടെ. അതിനകത്ത് നിന്ന് മാറുന്നെങ്കിൽ മാറട്ടെ, അല്ലെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ. കുറച്ച് ആൾക്കാർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പം കുറച്ച് ആൾക്കാർക്കെങ്കിലും മാറ്റം വന്നാല് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നു എന്ന ഒരാളാണ് ഞാൻ. അപ്പോ നിങ്ങള് ചിലവരെങ്കിലും ഇപ്പൊ ആരോടെങ്കിലും ചില പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ചിലപ്പം നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ടവരായിരിക്കും. എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈഗോ പ്രശ്നമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പോയിട്ടുണ്ടായിരിക്കും. അയാൾക്കും കാണും നിങ്ങളോടും മിണ്ടാൻ, നിങ്ങൾക്കും കാണും അയാളോട് സംസാരിക്കാനായിട്ട്. അപ്പം നമ്മള് അങ്ങനെ ഒരാളുടെ അടുത്ത് മിണ്ടായിരിക്കുമ്പോൾ നമ്മുടെ തന്നെ സമാധാനം പോകുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അതായത് നമുക്ക് സംസാരിക്കണമെന്നുണ്ട് അയാളോട്, നല്ലതായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം നടന്നു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷെ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് ആക്ച്വലി നിങ്ങൾക്ക് തമ്മിലുള്ള ഈഗോ പ്രശ്നമായിരിക്കും. പക്ഷെ നിങ്ങൾ അതൊക്കെ വിട്ടിട്ട്, അതായത് ഇപ്പൊ അത് പ്രശ്നം അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ ജസ്റ്റ് അവരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് നോക്കിക്കേ. കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ, അല്ലെങ്കിൽ റിലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പാർട്ണർ ആണല്ലോ അങ്ങനെ. അല്ലാതെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ സ്മൈൽ ചെയ്ത് നോക്കിക്കേ, എങ്ങനെയായിരിക്കും. ഇപ്പൊ ചിലവര് ഉള്ളില് നമ്മളിപ്പം എതിരെ നിൽക്കുന്ന ആളുടെ ഇത് നോക്കിയിട്ട് ചെയ്യണമെന്നില്ല. അവര് ചിലപ്പം നമ്മളോട് ബിഹേവ് ചെയ്യാതിരിക്കാം, പല രീതിക്ക് ബിഹേവ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. പല രീതിക്ക് നമ്മളിപ്പോ ഒരു സ്മൈൽ കൊടുക്കുന്നത്, ചിലപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് മൈൻഡ് ചെയ്യാതെ പോകുമായിരിക്കും. ചിലവര് ചിലപ്പം തിരിച്ച് സ്മൈൽ ചെയ്യും, കാരണം അവർക്കും ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. അപ്പൊ ചിലവര് സ്മൈൽ ചെയ്യും, ചിലവര് സ്മൈൽ ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു ഈഗോ കളഞ്ഞിട്ട് ആക്ച്വലി നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സെൽഫിഷ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ തന്നെ ചെയ്യുന്നു എന്നായിക്കോട്ടെ, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ സമാധാനത്തിനെങ്കിലും വേണ്ടിയിട്ട് ജസ്റ്റ് സ്മൈൽ ചെയ്യാൻ നോക്കിക്കേ. എന്തൊരു റിലീഫ് ആയിരിക്കും എന്നറിയോ? അവര് എതിരെ നിൽക്കുന്ന ആള് എന്തൊക്കെ കാണിച്ചാലും സ്മൈൽ ചെയ്യുന്നില്ല, അവര് നമ്മൾ ഇഗ്നോർ ചെയ്ത് പോയി ബാത്തിനെ ഒരു കുഴപ്പമില്ല. നമുക്കൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും. അതായത് സ്മൈൽ ചെയ്തു, അതായത് എന്റെ മനസ്സിൽ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് വല്ലാത്തൊരു റിലീഫ് തോന്നും. എനിക്ക് തോന്നുന്നു ചിലവർക്കെങ്കിലും ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും ഇപ്പൊ ആരോടായാലും, ഇപ്പം ഈവൻ മൈ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡിനോടായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാഷ് ഒക്കെ വരാറുണ്ടല്ലോ. പക്ഷെ എന്നാലും ചിലപ്പോ ഞങ്ങളുടെ ആ ഒരു കോൺവെർസേഷനിൽ തന്നെ എന്തെങ്കിലും ഒരു ചിരി, നമുക്ക് എന്തെങ്കിലും വന്നങ്ങ് ചിരിക്കും. അപ്പൊ എന്താണെന്നറിയാമോ, ആ പ്രശ്നം അത്രയും വൈൽഡ് ആയി പോകത്തില്ല. പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ വെളിയിൽ നിന്ന് ഒരാളുടെ അടുത്തും അങ്ങനെ ഒരു സ്മൈല് കൊടുക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈഗോയുടെ പ്രശ്നം വെച്ചിട്ടായിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ രണ്ടുപേരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഈഗോന്റെ പ്രശ്നം വെച്ചിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പ് തന്നെ എടുക്കുക, ആ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടങ്ങളാന്ന് തന്നെ വെക്കുക. പക്ഷെ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഫുള്ളും ക്ലിയർ ഔട്ട് ആവും. ഞാൻ ഇപ്പൊ പറയാന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ലൈഫില് അല്ലെങ്കിൽ ഞാൻ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതും, പിന്നെ നമുക്ക് വേറെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവരിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കിനും അങ്ങനെ കുറെ പേര് കാണുമല്ലോ ഇപ്പോഴും ബലം പിടിച്ചിരിക്കുന്നവര്. അവനെന്താ വന്ന് മിണ്ടിയാല്, അല്ലെങ്കിൽ അവനെന്താ ചെയ്താല്, അല്ലെങ്കിൽ ഞാൻ പോവത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ പ്രശ്നങ്ങൾ പെരുപ്പിച്ചിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് നോക്കിയേ. ഇത് ചിലപ്പം ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, ഇപ്പൊ ഇതെന്തെപ്പോഴും എന്ന് പറയണേ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇത് ചെയ്യാത്ത പലവരും ഉണ്ടായിരിക്കും. ചിലപ്പോ ഈ ഒരു വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ കാണുന്നതിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും എനിക്കൊരു സന്തോഷമാണല്ലോ. നമ്മള് പറഞ്ഞവരത് കേട്ട് അതിന് ചെയ്തു എന്ന് പറയുമ്പോൾ സംതിങ് അതിനകത്തുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പം എന്റെ മാരേജിന് മുന്നേ
ആള് ലേഡിയാണ്, ഇനി വേറൊന്നും വിചാരിക്കണ്ട. ആള് ലേഡിയാണ്. പക്ഷെ അവര് എനിക്ക് ടോളറേറ്റ് ചെയ്യുന്നതിൽ അപ്പുറം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കാൻ വെച്ചാൽ നമുക്ക് ചില സംഭവങ്ങൾ വരുമല്ലോ. പക്ഷെ എന്നാലും ഒരു ദിവസം ഞാൻ പുള്ളിക്കാരിനെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഹഗ് ചെയ്തു, അവര് സ്മൈൽ ചെയ്തു, ഹഗ് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലുള്ളത്, അതായത് അവരെന്നോട് അത്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഫീൽ ആയിട്ടുമുണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് ചിലവർ പറയും നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ പോണേന്നൊക്കെ പറയും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താല് നമുക്ക് ഒരു നേരമെങ്കിലും സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ സെൽഫ് റെസ്പെക്ട് നോക്കിയിട്ട് കാര്യമില്ല. ആ സമയത്ത് നമുക്ക് അത് സമാധാനമാണെങ്കിൽ എല്ലാവരും അതിനുണ്ട്. ഇപ്പൊ പൈസ ഉണ്ടായിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്നിട്ട് കാര്യമില്ല. സോ എല്ലാവർക്കും എൻഡ് ഓഫ് ദി ഡേ സമാധാനമാണ് പ്രധാനം. അപ്പം ആ സമാധാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാനും കഴിയില്ല. അപ്പൊ ജസ്റ്റ് ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്യുക. സോർട്ട് ഔട്ടിന് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സ്മൈൽ ചെയ്താൽ മതി. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും കണ്ടവരുടെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ കണ്ടവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാണ്, ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് നോക്കിക്കേ. ആക്ച്വലി റിയലി ഗുഡ് ഫോർ യു. നല്ല ഇതാണ്. അങ്ങനെ ചെയ്ത് നോക്കിയവർക്ക് മനസ്സിലാവും. അങ്ങനെ പലവരും ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് പിന്നെ സംസാരിച്ച് ആ ഒരു പ്രശ്നങ്ങൾ മാറ്റിയവര്. നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടായാലും ശരി. ഇപ്പം ചില പാർട്ട്നേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഈഗോ വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല. അവനെന്തുകൊണ്ട് എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല, അവനെങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാള് എഫേർട്ട് എടുക്കാതെ അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. സോ ആരെങ്കിലും ഒരാള് ഇപ്പൊ അവിടെ സെൽഫ് റെസ്പെക്ട് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്ന് കരുതി നിങ്ങൾ ട്രോമറ്റൈസ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അത്രയും ട്രോമറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തവരോട് പോയി മിണ്ടണം ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഡോക്ടർമാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളെ ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവണ്ടെന്ന് എന്നെ ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൺസൾട്ട് ചെയ്തത് കേട്ടോ, എന്താ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല, കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഡോക്ടർമാർ അങ്ങനെ പറയില്ല. അതേപോലെ തന്നെ ഞാനും പറയുന്നത്, ട്രോമറ്റൈസ് ആയി ചെയ്യുന്നവരോട് പോയി മിണ്ടണം ചിരിക്കണം എന്നൊന്നുമല്ല. അവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ട്രോമ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട്, അവർക്ക് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത പക്ഷം അങ്ങനെ ചെയ്യാം, നല്ലതാണ്. പിന്നെ മനസ്സിൽ വേറെ ഒന്നും വിചാരിക്കാതെ സന്തോഷമായിട്ടും സമാധാനത്തോടെ ഇരിക്കുക. ഞാനിപ്പോ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് എനിക്ക് അങ്ങനെ അത് പറയണമെന്ന് തോന്നി. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു സ്മൈലി ഇടുക. എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും ചിരിക്കട്ടെ. മെഡിറ്റേഷൻ, നമ്മുടെ ചില മെഡിറ്റേഷൻസിലും സ്മൈല് കൊടുക്കുന്നില്ലേ? സ്മൈൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി തോന്നും നമ്മൾ ഹാപ്പി ആണെന്ന്. ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.